അങ്ങനെ നമ്മൾ കൂടല്ലൂർ അമ്പലത്തിലെല്ലാം തൊഴുതി കഴിഞ്ഞ് നേരെ പോണത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ചേച്ചിയുടെ വീട് കൂടല്ലൂർ മുല്ലേക്കൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അപ്പൂസാണെങ്കിൽ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിമോളാണെങ്കിൽ വിളക്ക് വയ്ക്കുന്ന തിരക്കിലാണ്. അങ്ങനെ 6 മണിയാകുന്ന സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ച പണിയിലാണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ കണ്ടതും അപ്പൂസ് വേഗം ലച്ചുവിന് കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഓരോന്നും കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരെ പോണത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ ഒരു വെറൈറ്റി പരീക്ഷണത്തിലായിരുന്നു എൻ്റെ ചേച്ചി ഉള്ളത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് പെപ്പർ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിച്ചണിലും ചേച്ചിയാണെങ്കിലും പൊരിഞ്ഞ തിരക്കിലാണ് ട്ടാ. അങ്ങനെ പുറത്ത് പോയി നോക്കുമ്പോഴത്തേനും എടുക്കുന്നതിൽ വിരോധം കാണിച്ച ആളാണ് ട്ടാ ഹെൽമെറ്റ് വെച്ച് മുഖം മറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലജ്ജൂസും അപ്പൂസും കൂടി ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. എല്ലാ വർഷവും പുൽക്കൂട് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൂസ് അല്ല ട്ടാ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അപ്പൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലജ്ജൂസിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ, അത് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഓരോന്നും ഞാൻ ഡൗട്ടൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഇതൊക്കെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇത് സാൻഡിയാണ്, അതുപോലെ യേശു ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉണ്ണിമോളെ എന്നെ വിളിച്ചിട്ട് നേമ ഞാൻ വിൻ്ററൊക്കെ അല്ലേ, ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിമോളിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ പോണത് കിച്ചണിലേക്കാണ്. ഇതുവരെ ചിക്കൻ കറി ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇവർ പറഞ്ഞു ഞങ്ങൾ പൊറോട്ട വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടാളും കൂടി പൊറോട്ടയൊക്കെ വാങ്ങാൻ പോയി. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞത് പൊറോട്ടയും അതുപോലെ പെപ്പർ ചിക്കനുമാണ്. അങ്ങനെ എല്ലാവരും കൂടി ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ സമയമെടുത്ത് ചെയ്താലും പെപ്പർ ചിക്കൻ എന്താണെങ്കിലും ചേച്ചീൻ്റെ റെസിപ്പി സൂപ്പറാണ്. ചേച്ചി പെപ്പർ ചിക്കനും അതുപോലെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോണത് ഇവർ ഫിഷൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ടോർച്ചൊക്കെ അടിച്ചിട്ട് ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സമയമൊക്കെ ആയി. ഞങ്ങൾ അവിടെ നിന്ന് വിട പറയുകയാണ്. എല്ലാവർക്കും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങണം കേട്ടോ.